to Learning Hub. Let's learn together with Dhanya. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോഡേൺ ബാങ്കിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സാമിന് വരുന്നത്. അപ്പം ഇന്ന് വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക, കണ്ടിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ക്വസ്റ്റ്യൻസ് യൂസ്ഫുൾ ആയിരുന്നോ അല്ലയോ എന്നുള്ളത്. ഓക്കെ, അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വേഗം കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, അപ്പം ഇതിൽ ഞാൻ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒരുമിച്ചാണ് പറയുന്നത്. ക്വസ്റ്റ്യൻസ് ആദ്യം വായിക്കുന്നില്ല. ഓക്കെ, അതായത് നമുക്ക് ഇത് എക്സാമിന് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരാറ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. കഴിഞ്ഞ എക്സാമിന് മുമ്പ് അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുള്ള വീഡിയോ ആയിരുന്നു ഇതും കഴിഞ്ഞ വീഡിയോയും. സോ പക്ഷെ എനിക്ക് റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റിയില്ല, കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് എന്തായാലും അടുത്ത എക്സാമിന് നമുക്ക് യൂസ്ഫുൾ ആവും. സോ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് കാണാം. ഓക്കെ, ക്വസ്റ്റ്യൻസ് എല്ലാ ക്വസ്റ്റ്യൻസും നോക്കുക. ഓക്കെ, അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഫാക്ടറിങ്? ഫാക്ടറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, അപ്പം ആൻസർ ഇതാണ്, സെല്ലിംഗ് ഓഫ് അക്കൗണ്ട് റിസീവബിൾസ് ഓൺ എ കോൺട്രാക്ട് ബേസിസ് ഫോർ ക്യാഷ് പേയ്മെന്റ് ടു എ ഫാക്ടർ ബിഫോർ ഇറ്റ് ഇസ് ഡ്യൂ. അതായത് നമുക്ക് കിട്ടാനുള്ള അക്കൗണ്ട് റിസീവബിൾസ് ഉണ്ടല്ലോ, അത് ഫാക്ടർ എന്ന് പറയുന്ന ഒരു തേർഡ് പാർട്ടീനെ ഏൽപ്പിച്ചിട്ട് ഈ ഒരു ക്യാഷ് പേയ്മെന്റ് കോൺട്രാക്ച്വൽ ബേസിസിൽ ആളാണത് വാങ്ങുന്നത്. ഓക്കെ, അപ്പൊ ഈ അക്കൗണ്ട് റിസീവബിൾസിന് വിൽക്കുന്ന പരിപാടിയാണ് ഒരു ഫാക്ടറിന്റെ കയ്യിലേക്ക്. എന്തിനാ? ക്യാഷ് പേയ്മെന്റിന് വേണ്ടിയിട്ടാണ്. അത് ഡ്യൂ ആവണേക്കാൾ മുമ്പ് ആ ക്യാഷ് കളക്ട് ചെയ്യുക. ഓക്കെ, അപ്പം ഇതാണ് ഫാക്ടറിങ് എന്ന് പറയുന്നത്. ഓക്കെ, സെല്ലിംഗ് ഓഫ് അക്കൗണ്ട് റിസീവബിൾസ് ഓൺ എ കോൺട്രാക്ട് ബേസിസ് ഫോർ ക്യാഷ് പേയ്മെന്റ് ടു എ ഫാക്ടർ ബിഫോർ ഇറ്റ് ഇസ് ഡ്യൂ. ഓക്കെ, അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ, which one of the following is called as initial repayment holiday given to a borrower for repayment of loan? Okay, അപ്പം നമുക്ക് ലോൺ എടുത്തു കഴിഞ്ഞാൽ ലോൺ റീപേയ്മെന്റിന് തുടങ്ങുമല്ലോ. അപ്പം ലോൺ റീപേയ്മെന്റ് തുടങ്ങുന്ന സമയത്ത് ഒരു ഇനീഷ്യൽ റീപേയ്മെന്റ് ഹോളിഡേ ആവശ്യമുള്ളവർക്ക് കൊടുക്കുന്നുണ്ട് അല്ലെ. ആ ഒരു ഇനീഷ്യൽ റീപേയ്മെന്റ് ഹോളിഡേ ബോറോവർക്ക് കൊടുക്കുന്നതിന് പറയുന്ന പേരെന്താണ്? ഓക്കെ, ആൻസർ മൊറട്ടോറിയം. Okay, moratorium ആണ് initial repayment holiday given to a borrower for repayment of loan. Okay, next question number 3, who sets up base rate for banks? ബാങ്ക്സിനുള്ള ബേസ് റേറ്റ് സെറ്റ് ചെയ്യുന്നത് ആരാണ്? ഓക്കെ, നമുക്ക് ആലോചിക്കാതെ തന്നെ ആൻസർ പറയാം, RBI ആണെന്നുള്ളത്. അപ്പോൾ ഓരോ ബാങ്കും എന്താണ് ബേസ് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ബാങ്കും ലോൺ കൊടുക്കുന്നത് ഓരോ ബാങ്കിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് അവർ കൊടുക്കുന്ന ലോണിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. ഓരോ ബാങ്കിന്റെയും ഡിഫറെന്റ് ആയിരിക്കും. പക്ഷേ RBI സെറ്റ് ചെയ്തിട്ടുള്ള ഈ ബേസ് റേറ്റിന് താഴെയായിട്ട് ആരും ലോൺ കൊടുക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ ബേസ് റേറ്റ് എന്ന് പറയുന്നത് റേറ്റ് ബിലോ വിച്ച് നോ ബാങ്ക് ക്യാൻ അലൗ ദെയർ ലെൻഡിങ് ടു എനിവൺ. ഓക്കെ, സോ അപ്പം ബേസ് റേറ്റ് സെറ്റ് ചെയ്യുന്നത് RBI ആണ്. ആ RBI സെറ്റ് ചെയ്തിട്ടുള്ള ബേസ് റേറ്റിൽ താഴെയായിട്ടൊരു ബാങ്ക്സ് പോലും ലോണ് കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ലെൻഡിങ് ആയാലും പാടില്ല. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ, which of the following are bank advances of a bank? ഒരു ബാങ്കിന്റെ തന്നെ ബാങ്ക് അഡ്വാൻസസ് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ബാഡ് ഡെറ്റ്, നോൺ പെർഫോമിംഗ് അസറ്റ്, ഔട്ട് ഓഫ് ഓർഡർ അക്കൗണ്ട്, ഓവർഡ്രോൺ അക്കൗണ്ട്. ആൻസർ നോൺ പെർഫോമിംഗ് അസറ്റ് ആണ്. ഓക്കെ, അപ്പം നോൺ പെർഫോമിംഗ് അസറ്റ് ആണ് ബാങ്ക് അഡ്വാൻസസ് ഓഫ് എ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്നത്, നമ്മളിപ്പം ലോൺ കൊടുത്തിട്ടുണ്ട്, ഇപ്പം അങ്ങനെ കൊടുത്തിട്ടുള്ള ആ ഒരു ക്രെഡിറ്റ് ഫെസിലിറ്റിക്ക് അതിന് കൃത്യമായിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കാതെ അത് ഡ്യൂ ആയി കിടക്കുക. ഓക്കെ, അപ്പോൾ ദ ക്രെഡിറ്റ് ഫെസിലിറ്റി ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് ദ ഇൻട്രസ്റ്റ് ഹാസ് റിമെയിൻഡ് പാസ് ഡ്യൂ ഫോർ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. കുറെ കാലത്തേക്ക് അത് ഡ്യൂ ആയിട്ട് കിടക്കുന്ന അസറ്റുകൾ അല്ലെങ്കിൽ അങ്ങനെ കൊടുത്തിട്ടുള്ള ലോൺസ്, ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ആണ് നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ബാങ്ക് അഡ്വാൻസസ് ഓഫ് എ ബാങ്ക് എന്നുള്ളത് പറയാം. Question number 5, which of the following are benefited through reserve mortgage scheme? റിസർവ് മോർഗേജ് സ്കീം കൊണ്ട് ബെനിഫിറ്റ്സ് കൈപ്പറ്റുന്നത് ആരാണ്, അല്ലെങ്കിൽ ആർക്കാണ് അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നത്? ഓക്കെ, ഗവൺമെന്റ് എംപ്ലോയീസ്, മൈനേഴ്സ്, സീനിയർ സിറ്റിസൺസ്, ഓൾ ഓഫ് ദി അബവ്. ആൻസർ സീനിയർ സിറ്റിസൺസ്. സീനിയർ സിറ്റിസൺസിനാണ് റിസർവ് മോർഗേജ് സ്കീം കൊണ്ട് ബെനിഫിറ്റ്സ് കിട്ടുന്നത്. ഓക്കെ, അടുത്തത് സിക്സ്ത് ക്വസ്റ്റ്യൻ, what will be the impact if Reserve Bank of India reduces the bank rate by 1%? അപ്പൊ RBIയുടെ ബാങ്ക് റേറ്റ് 1% കുറയ്ക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഇമ്പാക്ട് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. ലെസ് ലിക്വിഡിറ്റി ഇൻ ദ മാർക്കറ്റ്, മോർ ലിക്വിഡിറ്റി ഇൻ ദ മാർക്കറ്റ്, നോ ചേഞ്ച് ഇൻ ദ മാർക്കറ്റ് ലിക്വിഡിറ്റി, mobilization of more deposits by commercial banks.
ആൻസർ മോർ ലിക്വിഡിറ്റി ഇൻ ദ മാർക്കറ്റ്. അപ്പം മാർക്കറ്റ് ലിക്വിഡിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു സാധനം വിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു അസറ്റ് വിൽക്കുമ്പോൾ അതിന്റെ പ്രൈസ്, അതായത് വിലയിൽ ഒട്ടും കുറവ് വരുത്താതെ തന്നെ പെട്ടെന്ന് തന്നെ വിറ്റ് പോകുന്ന ആ ഒരു അവസ്ഥ, അതാണ് മാർക്കറ്റ് ലിക്വിഡിറ്റി. അപ്പോൾ അവിടെ ബാങ്ക് റേറ്റ് കുറയ്ക്കുന്നത് കൊണ്ട് മാർക്കറ്റ് ലിക്വിഡിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മാർക്കറ്റ് ലിക്വിഡിറ്റി മീൻസ് മാർക്കറ്റ്സ് എബിലിറ്റി ടു ഫെസിലിറ്റേറ്റ് ആൻ അസറ്റ് ബീയിങ് സോൾഡ് ക്വിക്ലി വിത്തൗട്ട് ഹാവിംഗ് ടു റെഡ്യൂസ് ഇറ്റ്സ് പ്രൈസ്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ഈ ബാങ്ക് റേറ്റ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഇൻഫ്ലേഷൻ ഡിഫ്ലേഷൻ ഒക്കെ വരുന്നത്. അപ്പോൾ മാർക്കറ്റ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് അസറ്റ് പെട്ടെന്ന് തന്നെ വിറ്റ് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രൈസ് ഒട്ടും കുറച്ചിട്ടില്ലെങ്കിലും ആ അസറ്റ് വിറ്റ് പോകും. ഓക്കെ, അതാണ് മാർക്കറ്റ് ലിക്വിഡിറ്റി. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് IRR? IRRന്റെ ഫുൾ ഫോം ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. ഹു ഇഷ്യൂസ് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്? കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? അപ്പോൾ ബാങ്കുകൾക്ക് തന്നെ ഇഷ്യൂ ചെയ്യുന്നതാണ് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്. ഓക്കെ, ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഇൻസ്ട്രുമെന്റ് ത്രൂ വിച്ച് കോർപ്പറേറ്റ്സ് റേസ് ഡെപ്റ്റ് ഫ്രം ദ മാർക്കറ്റ്. ഓക്കെ, മാർക്കറ്റിൽ നിന്ന് ഡെപ്റ്റ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോർപ്പറേറ്റ്സ് ഇഷ്യൂ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ് കൊമേഴ്ഷ്യൽ പേപ്പർ. അപ്പം കോർപ്പറേറ്റ്സ് ആണെന്നുള്ളത് പറഞ്ഞു. അപ്പം നമുക്ക് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത് ബാങ്ക്സ് ടു ബാങ്ക് ആണ്. ഓക്കെ, question number 9. What is the full form of SWIFT? സ്വിഫ്റ്റിന്റെ ഫുൾ ഫോം നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ. ഇത് സ്വിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ മെക്കാനിസം ആണ്. അപ്പോൾ അത് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ആണത് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ ഫുൾ ഫോം സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ. ഓക്കെ, നെക്സ്റ്റ് 10th question. Which one of the following set up core banking infrastructure for rural banks? റൂറൽ ബാങ്ക്സിന് വേണ്ടിയിട്ടുള്ള കോർ ബാങ്കിങ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്കറിയാം നബാർഡ് ആണെന്ന് അല്ലേ, നബാർഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 11. വിച്ച് ഓർഗനൈസേഷൻ പ്രൊവൈഡ്സ് ക്രെഡിറ്റ് ഹിസ്റ്ററി ഓഫ് ദ ബോറോവേഴ്സ്? ഓക്കെ, ബോറോവേഴ്സിന്റെ ക്രെഡിറ്റ് ഹിസ്റ്ററി പ്രൊവൈഡ് ചെയ്യുന്ന ഓർഗനൈസേഷൻ ഏതാണ്? ആൻസർ സിബിൽ ആണ്. നമുക്കറിയാം ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ലിമിറ്റഡ്. ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ലിമിറ്റഡ് ആണ് ആദ്യത്തെ ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനി ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റ് ഹിസ്റ്ററി പ്രൊവൈഡ് ചെയ്യുന്നത് സിബിൽ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 12. Which is a tool that helps RBI to stabilize money supply and prices of government security? ഓക്കെ, അപ്പം ഗവൺമെന്റ് സെക്യൂരിറ്റിയുടെ പ്രൈസസും അതുപോലെ തന്നെ മണി സപ്ലൈ ഇത് രണ്ടും സ്റ്റെബിലൈസ് ചെയ്യുന്ന RBIയുടെ ടൂൾ ഏതാണ്? ഓക്കെ, അപ്പം നമുക്ക് ക്രെഡിറ്റ് കൺട്രോൾ മെക്കാനിസംസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. RBIയുടെ ഏത് ടൂൾ യൂസ് ചെയ്തിട്ടാണ് മണി സപ്ലൈ സ്റ്റെബിലൈസേഷനും അതുപോലെ തന്നെ ഗവൺമെന്റ് സെക്യൂരിറ്റീസിന്റെ പ്രൈസസ് എല്ലാം സ്റ്റെബിലൈസ് ചെയ്യുന്നത്? ആൻസർ ഇസ് OMO. ഇവിടെ നമുക്ക് ഇങ്ങനെ ഷോർട്ട് ഫോംസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂസിങ് ആവും. OMO എന്ന് പറയുന്നത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ആണ്. ഓക്കെ, അപ്പം ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്കിന്റെ ക്രെഡിറ്റ് കൺട്രോൾ മെക്കാനിസം ആണ്. ടു ബൈ ഓർ സെൽ ഗവൺമെന്റ് ബോണ്ട്സ് ആണ് ഓപ്പൺ മാർക്കറ്റ്. ഓപ്പൺ മാർക്കറ്റിൽ ഗവൺമെന്റ് ബോണ്ട് വാങ്ങുന്നതും വിൽക്കുന്നതുമായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. നമുക്ക് ക്രെഡിറ്റ് കൺട്രോൾ മെക്കാനിസത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ മണി സപ്ലൈ ആൻഡ് ഗവൺമെന്റ് സെക്യൂരിറ്റി പ്രൈസസ് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന RBIയുടെ ടൂളാണ് OMO. Question number 13. Which one of the following organizations has been set up to facilitate connectivity between the bank's switches and their ATMs and interbank payment gateway for authentication and routing the payment details of various e-commerce transactions? Okay, അപ്പം നമുക്ക് പലതരത്തിലുള്ള e-commerce transactions നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ UPI transactions ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം അതിന്റെ എല്ലാ പേയ്മെന്റ് ഡീറ്റെയിൽസ് അതുപോലെ അതെല്ലാം ഓതന്റിക്കേറ്റ് ചെയ്യാനും ഈ കറക്റ്റ് പേയ്മെന്റ് ഡീറ്റെയിൽസ് റൗട്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഇന്റർ ബാങ്ക് പേയ്മെന്റ് ഗേറ്റ്വേ ഉണ്ട്. അപ്പൊ അതിനെ മാനേജ് ചെയ്യുക. അതുപോലെ തന്നെ ബാങ്കുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻസ്, അവരുടെ ATM ട്രാൻസാക്ഷൻസ്, ഇപ്പം ഇങ്ങനെ വരുന്ന എല്ലാ തരത്തിലുള്ള ഒരു ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ഇതിനെല്ലാത്തിനും തമ്മിൽ ഒരു കണക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ RBI സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പോൾ ആ ഓർഗനൈസേഷൻ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആൻസർ IDRBT. ഓക്കെ, IDRBT stands for Institute for Development and Research in Banking Technology. ഓക്കെ, Institute for Development and Research in Banking Technology, IDRBT. അപ്പം ഇതൊരു ബാങ്കിങ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. RBI 1996 അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 14. വാട്ട് ഈസ് ഫിയറ്റ് മണി? എന്താണ് ഫിയറ്റ് മണി?
Okay, answer is option A തന്നെയാണ്. The currency is backed by government guarantee. Okay, അപ്പം ഗവൺമെന്റ് ഗ്യാരണ്ടിയോട് കൂടിയിട്ട് ബാക്ക് ചെയ്യുന്ന കറൻസിയാണ് ഫിയറ്റ് മണി. അപ്പോൾ ഫിയറ്റ് മണി കറൻസി എന്ന് പറയുന്നത് ഈ ഗവൺമെന്റ് ഗ്യാരണ്ടിയോട് കൂടിയിട്ട് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിന്റെ ഒരു ഇതോട് കൂടിയിട്ട് കൊടുക്കുന്ന മണിയാണെന്ന് പറഞ്ഞു. അപ്പം ആ ഒരു ഗ്യാരണ്ടി ഇവർക്ക് പാലിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ ഒരു ഗ്യാരണ്ടിക്ക് വാല്യൂ ഇല്ല, ഈ ഒരു ഗ്യാരണ്ടി ഞങ്ങൾ തരില്ല എന്ന് അവർ റിഫ്യൂസ് ചെയ്യാണ്. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫിയറ്റ് മണിക്ക് ഒരു വാല്യൂ ഉണ്ടാവില്ല. ഓക്കെ, ഇപ്പോൾ ഫിയറ്റ് മണി കറൻസി ജനറലി ലോസസ് ദ വാല്യൂ വൺസ് ദ ഇഷ്യൂയിങ് ഗവൺമെന്റ്, ആരാണോ അത് ഇഷ്യൂ ചെയ്തത്, ഫിയറ്റ് മണി ആര് ഇഷ്യൂ ചെയ്തോ അവർക്ക് അതിന്റെ വാല്യൂ നഷ്ടപ്പെടുക, അതല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് either loses the ability to or refuses to further guarantee its value. അതിന്റെ വാല്യൂ പിന്നെ ഇനിയും ഗ്യാരണ്ടി കൊടുക്കാനായിട്ട് സെൻട്രൽ ബാങ്ക് റിഫ്യൂസ് ചെയ്യേ, അതല്ലെങ്കിൽ അവർക്ക് അതിന്റെ വാല്യൂ നഷ്ടപ്പെടുക ചെയ്യുകയാണെങ്കിൽ ആ ഫിയറ്റ് മണി കറൻസിക്ക് യാതൊരുവിധ മൂല്യവും ഉണ്ടാവില്ല. ഓക്കെ, സോ ഗവൺമെന്റ് ഗ്യാരണ്ടിയോട് കൂടിയിട്ട് ബാക്ക് ചെയ്യുന്ന കറൻസിയാണ് ഫിയറ്റ് മണി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് CBS? CBS സ്റ്റാൻഡ്സ് ഫോർ കോർ ബാങ്കിങ് സൊല്യൂഷൻ. ഓക്കെ, നമുക്ക് ഇവിടെ ഒക്കെ ഇതെല്ലാം കൺഫ്യൂസിങ് ആണ് കേട്ടോ. സിസ്റ്റം, സോഫ്റ്റ്വെയർ, സർവീസ്, സൊല്യൂഷൻ. അപ്പോൾ ഓർത്തു വെക്കണം, കോർ ബാങ്കിങ് സൊല്യൂഷൻ ആണ് CBS. Okay. Question number 16. Subprime lending is a term applied to the loans made to. അപ്പം ഏത് തരം ലോൺസ് കൊടുക്കുമ്പോഴാണ് സബ്പ്രൈം ലെൻഡിങ് എന്നുള്ള ഒരു ടേം യൂസ് ചെയ്യുന്നത്, ഓക്കെ, അപ്ലൈ ചെയ്യുന്നത്? അതായത് ആൻസർ ഇതാണ്, ദോസ് ബോറോവേഴ്സ് ഹു ഡു നോട്ട് ഹാവ് എ ഗുഡ് ക്രെഡിറ്റ് ഹിസ്റ്ററി. ഓക്കെ, നല്ലൊരു ക്രെഡിറ്റ് ഹിസ്റ്ററി ഇല്ലാത്ത കടം വാങ്ങുന്ന ബോറോവേഴ്സിന് കൊടുക്കുന്ന ഒരു പേരാണ് സബ്പ്രൈം ലെൻഡിങ്. ഓക്കെ, അത് അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സബ്മിറ്റ് ചെയ്യുന്ന കൊളാറ്ററൽ സെക്യൂരിറ്റി സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ആ കൊളാറ്ററൽ സെക്യൂരിറ്റി പുവർ ക്വാളിറ്റി ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവർക്ക് ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഹയർ ക്രെഡിറ്റ് റിസ്ക് കോമ്പൻസേറ്റ് ചെയ്യാവുന്ന യാതൊന്നും അവർക്ക് ഉണ്ടാവില്ല. ഓക്കെ, സോ അങ്ങനെയുള്ള ആ ഒരു കാറ്റഗറൈസേഷൻ നമുക്ക് സബ്പ്രൈം ലെൻഡിങ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദോസ് who do not have a good credit history. അപ്പോൾ ഇങ്ങനെയുള്ള ലോൺസ് ക്യാരക്ടറൈസ് ചെയ്യുന്നത് ബൈ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ്, poor quality collateral, അതുപോലെ തന്നെ less favorable terms in order to compensate for the higher credit risk. Okay. Question number 17. Which among the following is the act of taking on a risk for a fee? ഒരു ഫീ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിന് ഇവര് റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാവും എന്ന് പറയുന്ന ആ ഒരു ആക്ടിനെ നമ്മൾ എന്താണ് പറയുന്നത്? ഓക്കെ, ഇപ്പം എനിക്കൊരു ഫീ തരികയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ആ ഒരു റിസ്ക് ഞാൻ ഏറ്റെടുക്കാൻ റെഡിയാണ്. അപ്പം അങ്ങനെ ആ ഒരു ആക്ടിനെ പറയുന്നത് അണ്ടർ റൈറ്റിംഗ് എന്നാണ്. ഓക്കെ, അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്നത് സാധാരണ ബാങ്ക് അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി, ഇപ്പൊ നമ്മളൊരു വാഹനം വാങ്ങുന്ന ആള് വാഹനം എടുക്കുന്നു, പക്ഷെ ഓടിക്കാൻ അറിയോ ഇല്ലയോ എന്നുള്ളത്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ഇൻഷുറൻസ് പൈസ കൊടുക്കുന്നു അല്ലെ. അപ്പൊ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു റിസ്ക് എടുക്കുന്നത് ആരാണ്? ഇൻഷുറർ ആണ്. കാരണം എന്തെങ്കിലും ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഇൻഷുറൻസ് എമൗണ്ട് ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ ആ ബാങ്ക്, ഇൻഷുറർ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഹൗസ് ആയിരിക്കും എപ്പോഴും അണ്ടർ റൈറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു ഫീ കൊടുക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഇൻഷുറൻസ് കമ്പനിക്ക് ഒരു മാസം ഇത്ര അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ അവർ ഏറ്റെടുക്കുകയാണ് നമ്മളുടെ ആ ഒരു വണ്ടിയുടെ കംപ്ലീറ്റ് റിസ്കും. ഓക്കെ, സോ ദ ആക്ട് ഓഫ് ടേക്കിംഗ് ഓൺ എ റിസ്ക് ഫോർ എ ഫീ ഈസ് കോൾഡ് അണ്ടർ റൈറ്റിംഗ്. ഓക്കെ, നെക്സ്റ്റ് is 18th question. Which among the following is called the rate of interest charged by RBI lending money to various commercial banks by rediscounting of the bills in India? ഓക്കെ, അപ്പം RBI ബില്ലുകൾ റീഡിസ്കൗണ്ട് ചെയ്തുകൊണ്ട് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് പൈസ കടം കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന പൈസക്ക് ഒരു ഇൻട്രസ്റ്റും ചാർജ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ആ ഇൻട്രസ്റ്റിനെ പറയുന്ന പേരെന്താണ്? ഓക്കെ, അതായത് the rate of interest charged by RBI for lending money to various commercial banks by rediscounting the bills. Okay, അപ്പോൾ അവിടെ ഇതിനാണ് ഇമ്പോർട്ടൻസ്, rediscounting the bills റീഡിസ്കൗണ്ട് ചെയ്തുകൊണ്ട് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് മണി ലെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ചാർജ് എന്താണ്? ഓക്കെ, ആൻസർ ബാങ്ക് റേറ്റ് ആണ്. ഓക്കെ, ബാങ്ക് റേറ്റ് ആണ്. അപ്പോൾ ബാങ്ക് റേറ്റിന് പറയുന്ന മറ്റൊരു പേര് ഡിസ്കൗണ്ട് റേറ്റ് എന്നും കൂടിയിട്ടാണ്. ഓക്കെ, next is question number 19. Which of the following are to be followed by commercial banks for risk management? Okay, risk management ന് വേണ്ടിയിട്ട് commercial banks follow ചെയ്യുന്നത് ഏതാണ്? Okay, answer is Basel II norms ആണ്. Basel II norms. Okay, Basel II എന്ന് പറയുന്നത് Basel Accords ലെ second one ആണ്.
അപ്പം അവിടെ ബാങ്കിങ് ലോസ് അതുപോലെ തന്നെ റെഗുലേഷൻസ് ഇതെല്ലാം തന്നെ എങ്ങനെ ബേസിൽ കമ്മിറ്റി ബാങ്കിങ് സൂപ്പർവിഷന് വേണ്ടി ഇഷ്യൂ ചെയ്തിട്ടുള്ള ബാങ്കിങ് ലോസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഈ ബേസിൽ അക്കൗണ്ട്സിലുള്ളത്. അപ്പം അതിൽ ബേസിൽ അക്കൗണ്ട്സ് 2 നോംസ് ആണ് റിസ്ക് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 20. ബേസിൽ കമ്മിറ്റി ഓൺ ബാങ്കിങ് സൂപ്പർവിഷൻ ഈസ് ഓൾസോ നോൺ ആസ്. ഓക്കെ, അപ്പം ബേസിൽ കമ്മിറ്റി ഓൺ ബാങ്കിങ് സൂപ്പർവിഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട്, അത് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആൻസർ ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്സ് കമ്മിറ്റി. അപ്പം ബേസിൽ കമ്മിറ്റി ഓൺ ബാങ്കിങ് സൂപ്പർവിഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേര് ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്സ് കമ്മിറ്റി. ഓക്കെ, നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 21. Which one of the following is the special drawing rights given by the International Monetary Fund to its member countries? IMF അതായത് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അവരുടെ മെമ്പർ കൺട്രീസിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ആ ഒരു സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് SDR എന്ന് പറയുന്നത് ഇതിലേതാണ്? ഓക്കെ, ആൻസർ പേപ്പർ ഗോൾഡ് ആണ്. ഓക്കെ, പേപ്പർ ഗോൾഡ് അതാണ് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ്. ഓക്കെ, next is question number 22. What does the letter S denote in the term IFSC? IFSC യിലെ S എന്ന് പറയുന്ന term എന്തിനാണ് denote ചെയ്യുന്നത്? Okay, answer is system. കാരണം IFSC യുടെ full form Indian Financial System Code എന്നാണ്. Indian Financial System Code. അപ്പോൾ ഇതൊരു 11 digit alpha numeric code ആണ്. ഏത് ബ്രാഞ്ച് ആണ് ഏത് ബാങ്ക് ആണ് എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന യൂണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന 11 digit alpha numeric code ആണ് IFSC എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ മെത്തേഡ്സ് RTGS, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ്, അതുപോലെ നെഫ്റ്റ് നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, അപ്പം അതുപോലെ IMPS, അപ്പം ഇതിനെല്ലാം തന്നെ ഈ ഒരു ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് IFSC കോഡ് എന്ന് പറയുന്നത് കമ്പൽസറി ആയിട്ടും വേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 23. Which one of the following is known as savings bank account opened with a commercial bank with zero balance or very minimal balance? ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിന് നമ്മളൊരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങി, പക്ഷെ അതിന് സീറോ ബാലൻസോ അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ ബാലൻസോട് കൂടിയിട്ട് ഓപ്പൺ ചെയ്യുന്ന SB അക്കൗണ്ട് ആണെങ്കിൽ അതിന് പറയുന്ന പേര് എന്താണ്? ഓക്കെ, ആൻസർ നോ ഫ്രിൽ അക്കൗണ്ട്. ഇപ്പൊ സീറോ ബാലൻസ് ആവുമ്പോൾ നമുക്ക് അതിപ്പം BSBDA ആയിട്ടുണ്ട്. ഓക്കെ, BSBDA അതാണ് നോ ഫ്രിൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 24. വാട്ട് ഈസ് മോർഗേജ്? അപ്പോൾ മോർഗേജ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളിപ്പം ലീൻ, ഹൈപ്പോത്തിക്കേഷൻ, മോർഗേജ് ഇതെല്ലാം തന്നെ നമ്മൾ ലോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ളത് ആദ്യം തന്നെ ഓർക്കണം. സോ നമുക്ക് ഇവിടെ ഓപ്ഷൻസ് നോക്കും. ഇവിടെ ഡെപ്പോസിറ്റ് ഉണ്ട്, ലോൺ ഉണ്ട്. അപ്പോൾ നമുക്ക് ലോണിനാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം അത് ഇനി മൂവബിൾ പ്രോപ്പർട്ടിക്കാണോ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിക്കാണോ എന്നുള്ളതാണ് അടുത്തത്. അപ്പം മോർഗേജ് എന്ന് പറയുന്നത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിക്കാണ്. ഓക്കെ, ഇമ്മൂവബിൾ പ്രോപ്പർട്ടിക്കാണ് കൊടുക്കുന്ന സെക്യൂരിറ്റി ആണ്. സോ ആൻസർ ഓപ്ഷൻ ബി, എ സെക്യൂരിറ്റി ക്രിയേറ്റഡ് ഓൺ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഫോർ എ ലോൺ ഗിവൺ ബൈ ദ ബാങ്ക്. ഒരു ബാങ്ക് കൊടുക്കുന്ന ലോണ് എന്തിനാണ്? ഇമ്മൂവബിൾ പ്രോപ്പർട്ടിക്കാണെങ്കിൽ അതിന് കൊടുക്കുന്ന സെക്യൂരിറ്റി, അതിന് ക്രിയേറ്റ് ചെയ്യുന്ന സെക്യൂരിറ്റിയാണ് മോർഗേജ് എന്ന് പറയുന്നത്. ഓക്കെ, question number 25. Which one of the following depicts the financial position of a bank or business enterprise at a given point of time? നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു given point of ടൈമിൽ ഒരു ബിസിനസ് എന്റർപ്രൈസിന്റെ അല്ലെങ്കിൽ ഒരു ബാങ്കിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്നത് എന്താണ്? ഓക്കെ, നമുക്ക് അറിയുന്ന ആൻസർ ആണ് ബാലൻസ് ഷീറ്റ് ആണ്. ഓക്കെ, അപ്പം ഇത്രയാണ് 25 ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആയവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.